നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മാച്ച് കളഞ്ഞ ആ മനുഷ്യമൃഗങ്ങളുടെ അണ്ണാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൈന്യം. ബിഗ് സല്യൂട്ട്. പുത്രവിയോഗത്താൽ വിലപിക്കുന്ന നമ്മുടെ അമ്മമാർക്കും കൂടി ഉള്ളതാണ് ഇത്. നമ്മുടെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൽ കാലുപറ്റി ചിത്രപ്പണി ചെയ്തവരുടെ ഒന്നോ രണ്ടോ പല്ലുകളല്ല വേണ്ടത്. ഇനി ആ ചിത്രപ്പണിയെടുക്കാൻ അവർ കാലുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് വേണ്ടത്. അന്താരാഷ്ട്ര സമൂഹത്തെ മുഖവിലക്കെടുത്ത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളൂ. അതൊരു മാന്യത. ആ മാന്യത എക്കാലവും പ്രതീക്ഷിക്കരുത്. 26 സഹോദരങ്ങൾ നഷ്ടപ്പെട്ട വേദന നിൽക്കുന്ന രാജ്യത്തോട് വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു അവരുടെ ഉന്നത നേതാക്കന്മാർ. അവരുടെ പ്രതിപക്ഷ നേതാവ് ബിലാൽ ഭൂട്ടോ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കുമെന്നാണ്. എന്തൊരു പ്രകോപനമാണിത്. ജനറൽ അസീം മുനീർ പറഞ്ഞത് ഇന്ത്യ ഒക്യുപ്പൈഡ് കാശ്മീർ പോരാട്ടത്തിൽ നടന്ന പോരാളികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നാണ്. ഇന്ത്യയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന 130 മിസൈലുകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതല്ല, ഇന്ത്യയുടെ നെഞ്ചകം പിളർക്കാനുള്ളതാണെന്ന് പറഞ്ഞ അവരുടെ റെയിൽവേ മിനിസ്റ്റർ. ഇതെന്തൊരു പ്രകോപനമാണ്. ഈ പ്രകോപനം കണ്ടിട്ടും സംയമനം പാലിക്കുക എന്നത് രാഷ്ട്രതന്ത്ര വിരുദ്ധമാണെന്നാണ് എൻ്റെ ഭാഷ്യം. ഇവർ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർക്ക് മറുപടി പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് പാകിസ്ഥാനെതിരല്ല, പാകിസ്ഥാൻ ജനങ്ങൾക്കുമെതിരല്ല, തീവ്രവാദികൾക്കെതിരെയാണ്. അവരെവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തി അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. തീവ്രവാദികളെ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്നവരെയും അവരുടെ സഹോദരങ്ങളെയും ഞങ്ങൾ ചുട്ടരിക്കുമെന്ന ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു ആ പ്രകോപനത്തിലുള്ള മറുപടി. അതാണ് മാന്യത. ആ മാന്യത എക്കാലവും പ്രതീക്ഷിക്കരുതെന്ന് മാത്രം പറയുന്നു.